അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. RLV രാമകൃഷ്ണനെ നേരത്തെ പലരും ഇപ്പോൾ RLV രാമകൃഷ്ണനെ പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നുണ്ട്. ഇപ്പോൾ കലാമണ്ഡലം RLV രാമകൃഷ്ണനെ ക്ഷണിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. RLV രാമകൃഷ്ണൻ സത്യഭാമയുടെ ആരോപണത്തിന് വിധേയനായി കഴിഞ്ഞതിന് ശേഷം കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പിന്തുണയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. RLV രാമകൃഷ്ണനെ കലാമണ്ഡലം ക്ഷണിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനാണ്. ഏതൊരു കലാകാരൻ്റെയും ആഗ്രഹമാണ് കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുക. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്ന് കലാമണ്ഡലത്തിലേക്ക് പോകുമെന്നാണ് RLV രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. രാമകൃഷ്ണനെ ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ ഈ സത്യഭാമയുടെ പോലെയുള്ള മനസ്സൊന്നും വിലപ്പോവില്ല എന്നതാണ് UDF സ്ഥാനാർത്ഥി K മുരളീധരനും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ പ്രതികരണങ്ങൾ ആദ്യം ഒന്ന് കേട്ടിട്ട് അർജുൻ മട്ടന്നൂരിലേക്ക് വരാം. എന്താ പറയുക, നർത്തകൻ അല്ലെങ്കിൽ ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നഭൂമിയാണ് കലാമണ്ഡലം, അവിടുത്തെ കൂത്തമ്പലവും. ഇപ്പം ഏകദേശം ഇത്രയും നാളുകളായി പഠിച്ചിട്ടും ഈ രംഗവുമായി നിലകൊണ്ടിട്ടും ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് കലാമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു വേദിയിൽ ചലങ്ക കെട്ടാൻ സാധിക്കുന്നത്. ഒരുപാട് വേദികളിൽ കേരളത്തിനകത്തും പുറത്തൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് വേദികളുണ്ട്. ആ വേദികളിൽ ഒന്നായിരുന്നു കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിന്റെ വേദി. അവിടെ മോഹിനിയാട്ടം ഒരു പുരുഷ വേഷത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് കാലത്തെ ആഗ്രഹമായിരുന്നു. അപ്പം എന്തായാലും കലാമണ്ഡലം നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളൊരു സന്തോഷം ഈ ഒരു അവസാന കാലഘട്ടം ഇത്രയും നാൾ വേണ്ടി വന്നു, കുറച്ച് ഫൈറ്റിങ്സ് ഒക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു അംഗീകാരം ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു അവിടെ എനിക്ക് ചലങ്ക കെട്ടാൻ അവസരം തന്നത്. ശ്രീരാമകൃഷ്ണന് പൂർണ്ണമായ പിന്തുണ, പരിപൂർണമായ പിന്തുണ, കേരള ജനതയുടെ പിന്തുണ ഇതുവരെ കേരള ജനത വാഗ്ദാനം ചെയ്തു. തീർച്ചയായിട്ടും ഞാൻ ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ ശ്രീ രാമകൃഷ്ണനെ വിളിച്ച് പൂർണ്ണമായ പിന്തുണ. അതിൽ ഞാനൊരു കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞു, പെർഫോമൻസ് ആണ് ഇതിനെല്ലാം മറുപടി. അതാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് മറുപടി പെർഫോമൻസ് ആണ്. കല ആരുടെയും കുത്തകയല്ല, സർഗാത്മകത പ്രകൃതിഭാവമാണ്. അത് ആ പ്രകൃതിയിലുള്ള എല്ലാവർക്കും ഉണ്ടാകാവുന്നതാണ്. എല്ലാവർക്കും ഉണ്ടായി എന്ന് വരില്ല. അത് ആർക്കുണ്ടോ അവർക്ക് ആ പ്രകൃതിഭാവത്തെ സമൂഹത്തിൽ എത്തിക്കാനുള്ള കടമയുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കേരളത്തിൽ ഇങ്ങനത്തെ മനസ്സുള്ളവരുണ്ടോ? സത്യഭാമയെ പോലുള്ള ഒരു കലാകാരിയുടെ മനസ്സ് ഇത്ര വികൃതമാണ് എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ വികൃതമായിട്ടുള്ള മനസ്സ് കേരളത്തിൽ ഒരിക്കലും വിലപ്പോവില്ല എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയണം. അതിനെല്ലാവരും ഒറ്റക്കെട്ടായി ഇതുപോലുള്ള വംശീയ പരാമർശങ്ങളെ ശക്തമായിട്ട് എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ്. ഇതിലെ ഒരു സംഘപരിവാറിൻ്റെ അജണ്ട ഇതിലൊക്കെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കുടുംബക്ഷേത്രത്തിലെ നൃത്തത്തിന് ക്ഷണിച്ചത് കൊണ്ടൊന്നും BJPയുടെ ഈ പാവക്കറ കഴുകിക്കളയാൻ കഴിയില്ല. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, ഐക്യ കേരളത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഒറ്റക്കെട്ടായിട്ടാണ് RLV രാമകൃഷ്ണന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ. ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയുടെയും UDF സ്ഥാനാർത്ഥിയുടെയും പ്രതികരണം നമ്മൾ കേട്ടു. കലാമണ്ഡലം ക്ഷണിച്ചിരിക്കുകയാണ് RLV രാമകൃഷ്ണനെ കൂത്തമ്പലത്തിലേക്ക് മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ. രാമകൃഷ്ണൻ എന്താണ് നമ്മളോട് പറഞ്ഞത്? കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള പിന്തുണ RLV രാമകൃഷ്ണന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് എപ്പോഴാണ് പരിപാടി കൂത്തമ്പലത്തിൽ? ഡോക്ടർ അരുൺകുമാർ, അതായത് ഈ സത്യഭാമയുടെ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെ ഈ RLV രാമകൃഷ്ണന് പിന്തുണയുമായി കേരളം ഒന്നടങ്കം എത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് കേരള കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് RLV രാമകൃഷ്ണന് മോഹിനിയാട്ടത്തിന് വേദി ഒരുക്കുന്നത്. പക്ഷെ അപ്പോഴും RLV രാമകൃഷ്ണൻ പറയുന്നതനുസരിച്ച് ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് നിരവധി വേദികളിൽ പോയിട്ട് പോലും കലാമണ്ഡലത്തിൽ ഒരു വേദിയിൽ പങ്കെടുക്കാൻ, അവിടെ നൃത്തം അവതരിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ ആഗ്രഹമായി ബാക്കി നിൽക്കുകയായിരുന്നു. തന്റെ ശിഷ്യരടക്കം അവിടെ കൂത്തമ്പലത്തിൽ നൃത്തം അവതരിപ്പിക്കുമ്പോൾ താൻ കാണികളിൽ ഒരാളായി അവിടെ അത് കണ്ടു നിന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും തനിക്ക് ആ വേദി ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിഷേധിക്കപ്പെട്ടു എന്ന് പറയാതെ പറയുകയാണ് RLV രാമകൃഷ്ണൻ. എന്തായാലും ഈ വിവാദങ്ങൾക്ക് പിന്നാലെ ഇന്ന് വൈകിട്ട് 5 മണിക്ക് കലാമണ്ഡലത്തിലെ വേദിയിൽ RLV രാമകൃഷ്ണൻ നൃത്തം അവതരിപ്പിക്കാൻ പോവുകയാണ്, മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ പോവുകയാണ്. തന്റെ സ്വപ്നഭൂമി എന്നാണ് ഈ കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ വിവിധ കോണുകളിൽ നിന്ന് RLV രാമകൃഷ്ണനുള്ള പിന്തുണ ഏറി വരികയാണ്. ഇന്ന് രാവിലെ ചാലക്കുടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ C രവീന്ദ്രനാഥ് ഈ RLV രാമകൃഷ്ണനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സന്ദർശിച്ചു. എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിലൂടെ ഇത്തരം വിവാദങ്ങൾക്കും മറ്റും അധിക്ഷേപങ്ങൾക്കും മറുപടി നൽകണമെന്നാണ് C രവീന്ദ്രനാഥ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ K മുരളീധരനും പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. വംശീയമായ പരാമർശങ്ങൾ എങ്ങനെ അവർക്ക് നടത്താൻ സാധിക്കുന്നു എന്നാണ് K മുരളീധരൻ പറഞ്ഞത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി
RLV രാമകൃഷ്ണനെ തന്റെ കുടുംബക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിച്ചിരുന്നു. ഇത്തരത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിച്ചത് കൊണ്ടൊന്നും തന്നെ ഈ സംഘപരിവാർ അജണ്ട അല്ലാതായി മാറുന്നില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. എന്തായാലും പിന്തുണയുമായി കേരള സമൂഹം ഒന്നടങ്കം RLV രാമകൃഷ്ണന് ഒപ്പം നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ സത്യഭാമയ്ക്കെതിരായ നിയമ നടപടിയുമായി വളരെ സന്തോഷകരമായ കാര്യമാണ് അർജുൻ. അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ സത്യഭാമയെ പോലുള്ള സത്യഭാമ ജൂനിയറിനെ പോലെയുള്ളവരുടെ ഇത്തരം വിഷലിപ്തമായ ഇടുങ്ങിയ മനസ്സുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്തുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് എന്നതിനുമപ്പുറം ഉള്ളിലുള്ള ജാതീയമായ ചിന്തകളൊക്കെ പല സമയങ്ങളിലും ഇങ്ങനെ തികട്ടി വരും. ചിലപ്പോൾ ചിലർക്ക് ചില മണമാണ് പ്രശ്നം, ചിലർക്ക് ചിലപ്പോൾ നിറമാണ് പ്രശ്നം, ചില ആളുകളെ സംബന്ധിച്ച് കാഴ്ചയാണ് പ്രശ്നം, വേഷമാണ് പ്രശ്നം. ഇതൊക്കെ ഉള്ളിൽ തികട്ടി കിടക്കുന്ന ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെയുള്ള ബോധ്യങ്ങളാണ് എന്നത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും സത്യഭാമയെ കേരളം ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളതിൽ ചില സാഹചര്യങ്ങളിലെങ്കിലും ആ ആശയത്തെ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട്. സത്യഭാമ എന്ന വ്യക്തിയല്ല, അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെ തന്നെയാണ് കേരളം ഒറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ RLV രാമകൃഷ്ണന്റെ മനോഹരമായ മോഹിനിയാട്ടം ഉണ്ടാവും. മോഹിനിയാട്ടമാടാൻ ആണുങ്ങൾക്ക് എന്താ കുഴപ്പം? അതേപോലെ സ്ത്രീകൾ മറ്റു കഥകൾ അവതരിപ്പിച്ചാൽ എന്താ പ്രശ്നം? അതിലൊന്നും പ്രശ്നമില്ല. കലയാണ് പ്രധാനപ്പെട്ടത്. കലയ്ക്ക് നിറമോ വർണ്ണമോ വർഗമോ ഒരു പ്രശ്നമല്ല.